ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കോഫി വിത്ത് ഗോവിന്ദൻ പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം കൈറ്റ് ബീച്ചിലാണ് കോഫി വിത്ത് ഗോവിന്ദൻ പരിപാടി നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് മണ്ഡലം യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലുമായി സംവദിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കടപ്പുറം കൈറ്റ് ബീച്ചിൽ കോഫി വിത്ത് ഗോവിന്ദൻ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി യുവജനങ്ങളും വ്യക്തികളും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളും പരാതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായി പങ്കിട്ടു. മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ ന്യായമായ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും അവ നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്നതാണ് വസ്തുത. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു നാഷണൽ ഹൈവേ വരുമ്പോൾ അതിന് സ്ഥലമേറ്റെടുത്തു കൊടുക്കുന്നതിന് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പണം ചെലവഴിപ്പിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു പണം ഏതാണ്ട് 6000 കോടിയോളം ഉറപ്പിക സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി കണ്ടെത്തി സ്ഥലമേറ്റെടുത്തു കൊടുത്തിട്ടാണ് ഇന്ന് കാണുന്ന നാഷണൽ ഹൈവേയുടെ ഈ നിലയിലുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ചാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം. പരിപാടിയിൽ പങ്കെടുത്ത ഉത്തരേന്ത്യക്കാരിയായ യുവതി തങ്ങളുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി സഹായത്തിനായി അഭ്യർത്ഥിച്ചപ്പോൾ അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന് പള്ളിക്കാപ്പിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കേട്ടിട്ടുണ്ടേ നമുക്കറിയില്ല. ഞാനീ സംസാരിക്കുന്നത് ഹിന്ദിയിൽ അങ്ങനെ പറഞ്ഞാൽ കേട്ട് പറയാനൊക്കെ അറിയോ. അപ്പൊ എനിക്ക് മലയാളം ഇത്രേ അറിയോ. അപ്പൊ എന്തിനാ സ്ഥലം കാര്യമായിട്ട് ഗവൺമെന്റിന്റെ 3 സെന്റ് സ്ഥലം കിട്ടിട്ട് അങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു. मेरा नाम फरजाना है, हम बेंगलुरु है, हम इधर शादी करके आए, 16 साल हो गया. 16 साल में हमको अभी इधर घर नहीं है. मेरा 2 बेटा है, हस्बैंड नहीं है. अभी हम फिक्र कर रहे हैं 3 सेंट का गवर्नमेंट से जमीन मिलेगा. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം വി ഗിനീഷ് അധ്യക്ഷത വഹിച്ചു. സോയ കെ, എം ശ്രീജിത്ത്, സുജിത് മോനാച്ച, ജി വിഷ്ണു എന്നിവർ സംസാരിച്ചു. ധനീഷ് ബിരിക്കുളം സ്വാഗതം പറഞ്ഞു. ജോജി എസ് ബാബുവിന്റെ ഗസൽ സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.